നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇതിഹാസം തന്നെയാണ് മമ്മൂട്ടി. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ യുവതാരങ്ങളെ പോലും പിന്നിലാക്കും വിധത്തിലാണ് മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തെ പുതുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് മമ്മൂട്ടിക്ക് പകരക്കാരില്ല. മമ്മൂട്ടി ഇല്ലാത്തൊരു മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തത നിറഞ്ഞതാണ്. ഭ്രമയുഗം, റോഷാക്ക്, കാതൽ തുടങ്ങി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് മമ്മൂട്ടിയുടെ പ്രകടനം. അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ്. ഇപ്പോഴിതാ 2025 താൻ നേരിട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യമായി പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. ആരോഗ്യവും ഇന്ദ്രിയങ്ങളും നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണെന്നും അവയുടെ വില നാം തിരിച്ചറിയുന്നത് അവ നഷ്ടപ്പെടുമ്പോഴാണെന്നും സ്വന്തം ജീവിത അനുഭവം പങ്കുവെച്ച് മമ്മൂട്ടി പറഞ്ഞു. തന്റെ അഭിനയ ജീവിതത്തിന് താൽക്കാലികമായി ഇടവേള നൽകാൻ പ്രേരിപ്പിച്ച ആ നാളുകളെ കുറിച്ച് താരം മനസ്സ് തുറന്നത്. ഗന്ധവും രുചിയും താൽക്കാലികമായി നഷ്ടപ്പെട്ട തന്റെ അനുഭവം സാധാരണ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ സുഖം പ്രാപിക്കലിനെ കുറിച്ച് സംസാരിക്കവേ ദീർഘകാലം ഈ രണ്ട് ഇന്ദ്രിയങ്ങളും തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും മമ്മൂട്ടി വെളിപ്പെടുത്തിയിരുന്നു. കാഴ്ചയും കേൾവിയും മനുഷ്യ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളാണ്. ശ്വസിക്കുമ്പോൾ പോലും ചിലർക്ക് ഗന്ധം തിരിച്ചറിയാൻ കഴിയില്ല. എനിക്കും ദീർഘകാലം ഗന്ധവും രുചിയും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ സാവധാനം പഴയ നിലയിലേക്ക് മടങ്ങി വരികയാണെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ജീവിതത്തിലെ ചെറിയ കഴിവുകൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവയുടെ വില നാം മനസ്സിലാക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു. കേൾവി, ഗന്ധം, രുചി എന്നിവയെ പലപ്പോഴും നാം നിസ്സാരമായി കാണുന്നു. ശബ്ദം കുറയ്ക്കാൻ പറയാൻ കഴിയുന്നത് നമുക്ക് കേൾവി ശക്തി ഉള്ളതുകൊണ്ടാണ്. ഒരു പാട്ടിനെ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ കഴിയുന്നത് പോലും ഒരു വലിയ ഭാഗ്യമാണെന്നും കേൾവി എന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ 16ാം വാർഷികം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. കേൾവി പരിമിതിയുള്ള നിർധനരായവർക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്ന കെയർ പുതിയ ജീവകാരുണ്യ പദ്ധതിയായ കാതോട് കാതോരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേൾവി ഒരു അനുഗ്രഹമായാണെന്നും അത് ലഭിക്കാതെ പോയ ധാരാളം പേർ നമുക്ക് ചുറ്റിലുമുണ്ടെന്നും ഓർമ്മപ്പെടുത്തിയ മമ്മൂട്ടി അവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതിയെന്ന് പ്രഖ്യാപിച്ചു. തനിക്ക് കുറച്ചു കാലമായി മണം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് കുറേശ്ശെ തിരിച്ചു കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇത്തരം കൊച്ചു കാര്യങ്ങൾ പോലും എത്ര വലിയ ഭാഗ്യമാണെന്ന് ബോധ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേൾവി ശക്തി ഇല്ലാത്തവർക്ക് ശബ്ദം എന്നത് തികച്ചും അപരിചിതമായ അനുഭവമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. സിനിമാ മേഖലയിലുള്ള തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഹിയറിംഗ് എയ്ഡ് വാങ്ങി നൽകിയ അനുഭവവും മമ്മൂട്ടി പങ്കുവച്ചു. കാത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് നമ്മൾ കേൾക്കുന്ന പല സംഗീതം ഉൾപ്പെടെ പ്രകൃതിയിലെ ശബ്ദങ്ങൾ, നമ്മുടെ സംസാരം, ഭാഷകളൊന്നും കേൾക്കാനോ ആസ്വദിക്കാനോ സാധിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് തന്നെ പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരാൾക്ക് ഒരു ശ്രവണ യന്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു. കാതിൽ വയ്ക്കാൻ അയാളത് കുറച്ചു നേരം വെച്ചിട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. കാരണം ശബ്ദം എന്ന് പറയുന്നത് അയാൾക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല, അയാൾ അനുഭവിച്ചിട്ടില്ല. അതെന്തോ ഒരു ഭീകര അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോവുകയും അയാൾ പിന്നീട് ഒരിക്കലും ആ ശ്രവണ സഹായം ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇതൊരു പുതിയ അനുഭവമാണ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഭാഗ്യവാന്മാരായ നമുക്കൊക്കെ ഉണ്ട്. പല പഞ്ചേന്ദ്രിയങ്ങളും കാഴ്ച, ശബ്ദ, സംസാരശേഷി, കേൾവിയില്ലായ്മ, അങ്ങനെ ഒരുപാട് കുറവുകളുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യന് ഏറ്റവും വലുത്. ചിലർക്ക് മണം കിട്ടാറില്ല. മണമില്ലെങ്കിലും ശ്വാസം വലിക്കാം. കുറെ കാലത്ത് എനിക്ക് മണം കിട്ടുന്നില്ലായിരുന്നു, ഇപ്പോൾ കുറേശ്ശെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കില്ലാത്തപ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ. നമ്മൾ ശബ്ദം കുറച്ചു വെക്കൂ, മിണ്ടാതിരിയടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ്. കേൾക്കാത്തവർ ആരും അങ്ങനെ പറയാറില്ല. നമുക്ക് പാട്ട് ഇഷ്ടമാണ്, ചില പാട്ട് ഇഷ്ടമല്ല, ചില ശബ്ദം ഇഷ്ടമല്ല. അതൊക്കെ നമുക്ക് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നത്. കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട്. കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടുന്തോറും. അപ്പോൾ കേൾവി നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൻ വെറും ഒരു പ്രതീകം മാത്രമാണെന്നും പത്മ പുരസ്കാരങ്ങൾ ജനങ്ങൾ നൽകുന്ന സ്നേഹമാണെങ്കിലും മമ്മൂട്ടി എന്നറിയപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നന്മ പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴുമാണ് മനുഷ്യജീവിതം പൂർണ്ണമാകുന്നതെന്നും
അത് നൽകുന്ന മനസ്സുഖം മറ്റൊന്നിനും പകരം വെക്കാനില്ല എന്നും മമ്മൂട്ടി പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി മാസങ്ങളോളം സിനിമാ സെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചതായും ചികിത്സയിലായിരുന്നു എന്നുള്ള തരത്തിലും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹത്തിന്റെ ടീം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നും അവർ അന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ മമ്മൂട്ടി ഇപ്പോൾ സിനിമയിലേക്ക് സജീവമായി മടങ്ങിയെത്തിയിരിക്കുകയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയവർ വൻ താരനിര അണിനിരക്കുന്നുണ്ട്. ചിത്രം ഏപ്രിൽ 23-ന് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മടങ്ങിവരവിൽ കൈനിറയ ചിത്രങ്ങളാണ് മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ പദയാത്ര, ധനുഷിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന D55 എന്നീ പ്രോജക്ടുകളുടെ ഭാഗമായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട താരം പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങിയെത്തിയതിന്റെ ആവേശത്തിലാണ് മലയാള സിനിമാ ലോകവും ആരാധകരും. ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ മമ്മൂട്ടിക്ക് ലഭിച്ചതിന്റെ ആ സന്തോഷത്തിലാണ് ആരാധകരും മലയാള സിനിമയും. കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകളില്ലാതെ ലോകത്തേക്ക് എത്തിയ PA മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. പുരസ്കാര നേട്ടത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് താരം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. മാതൃരാജ്യത്തിന് നന്ദി. പത്മഭൂഷൺ സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ച രാജ്യത്തിനും ജനങ്ങൾക്കും സർക്കാരിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ എന്നാണ് അദ്ദേഹം സന്തോഷം പങ്കുവച്ചുകൊണ്ട് മമ്മൂട്ടി കുറിച്ചത്. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങുന്ന അതേ വേളയിലാണ് പത്മഭൂഷൺ പുരസ്കാര വാർത്ത പ്രഖ്യാപിക്കപ്പെട്ടത്. ഇരട്ടി മധുരമായിരുന്നു. 5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിച്ചത്. 1998-ൽ പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം തേടിയെത്തിയ ഈ പത്മഭൂഷൺ പുരസ്കാരം മലയാള സിനിമയ്ക്കും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്കും ഒരുപോലെ അഭിമാന നിമിഷമായി മാറി. പ്രതീക്ഷിക്കാതെ വന്നു ചേർന്നതാണ് അതിൽ സന്തോഷം. രാജ്യം ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ആദരവില്ല. സന്തോഷം, അതിസന്തോഷം. എനിക്ക് സന്തോഷമാണ്, മലയാളികൾക്കും സന്തോഷമായില്ലേ എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.